അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 290 DNA പരിശോധന നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടി പുരോഗമിക്കുകയാണ്. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ 50-ലധികം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 200-ലധികം പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട്. ഇതിൽ 12 പേരുടെ നില ഗുരുതരമാണ്. അലേർട്ട് വന്നു, പക്ഷേ ഇവിടെയാണ് എന്നുള്ളത് ഒരു 5-10 മിനിറ്റ് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റായി. നോൺ ക്ലിനിക്കൽ റെസിഡൻസിയുള്ള ആൾക്കാർ ക്ലിനിക്കലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ വേറെ സ്റ്റാഫുകൾ പുറത്തുനിന്ന് വന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലുകളും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ. സ്റ്റുഡൻസിൽ തന്നെ പലരും മിസ്സിംഗ് ആണ്, ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്നറിയില്ല. അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന്. PG ചെയ്യണ ആൾക്കാരിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് PESR വരെയാണെങ്കിൽ ഒരു 60 പേര് പഠിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത വിമാന ദുരന്തത്തിന്റെ കാരണമറിയാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമയാന മന്ത്രാലയം. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമായിരിക്കും. ബോയിങ് വിമാന കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടും. ബോയിങ് 787 വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അന്വേഷണത്തിന് അമേരിക്ക, UK ഏജൻസികളും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എയർ ഇന്ത്യ CEO അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. Sir, what about the black box, sir? What went wrong? Any information from the black box received? No bites. അതേസമയം ദുരന്ത സ്ഥലത്ത് നിന്ന് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ കണ്ടെത്തി. ഗുജറാത്ത് ATS ആണ് DVR കണ്ടെത്തിയത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതനും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, ഈ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്ന നടപടിയിലേക്കാണ് ഇനി കടക്കുക. അതിൽ തന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങളായിരിക്കും ഏറ്റവും നിർണായകം. പലതരത്തിലുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഈ സംശയങ്ങൾക്കൊക്കെ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം, അന്വേഷണത്തിൻ്റെ സ്വഭാവം, പുതിയ വിവരങ്ങൾ. അജീഷ് ജയകുമാർ. രജിത്ത്, എന്തായാലും നമ്മൾ ഈ അപകടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതിൽ എന്താണ് ഈ അപകട കാരണം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു DVR കണ്ടെത്തിയിട്ടുണ്ട്. ആ DVR അത് ഗുജറാത്ത് ATS ആണ്. ആ DVR ഇപ്പോൾ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇനി അവർ ശാസ്ത്രീയമായി പരിശോധിക്കും. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. മാത്രമല്ല, ഒരു ബ്ലാക്ക് ബോക്സ് അത് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ബ്ലാക്ക് ബോക്സിന്റെ ഒരു ഭാഗം, മറ്റൊരു ബ്ലാക്ക് ബോക്സ് അത് വിമാനത്തിന്റെ മുൻവശത്തിരിക്കുന്നതാണ്. അത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ, ഒരു തെരച്ചിൽ അവിടെ ഇപ്പോഴും നടക്കുകയാണ്. അവിടെ വിദഗ്ധരടക്കമുന്ന സംഘം ഇപ്പോഴും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. എന്തായാലും വ്യോമയാന മന്ത്രി പറഞ്ഞതനുസരിച്ച് എല്ലാവിധ സാധ്യതകളും പരിശോധിച്ച് കൊണ്ട് തന്നെ ഇതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമം അത് തുടങ്ങിക്കഴിഞ്ഞു. വിദഗ്ധരുടെ അടക്കം സംഘങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. മാത്രമല്ല, ബോയിങ്ങിന്റെയും അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെയും ഒക്കെ സഹായം അവരുടെയൊക്കെ വിദഗ്ധർ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ കൂടി ഒരു സാന്നിധ്യത്തിലായിരിക്കും ഒരു തുടരന്വേഷണം നടക്കുക. ഇന്ത്യയുടെ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവരുടെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ പരമാവധി വിമാനത്തിന്റെ സാമ്പിളടക്കം ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ ഈ ബ്ലാക്ക് ബോക്സിന്റെ വിവരങ്ങൾ അത് നിർണായകമാണ്. അതിൽ ആയിരിക്കും എന്താണ് അവസാന സമയത്ത് ഈ കോക്പിറ്റിൽ നടന്നിട്ടുണ്ടാവുക, പൈലറ്റുമാർ പറഞ്ഞിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിമാനം ഇത് ഒരു 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ ആയിരുന്നു. അത് അവിടെ നിന്ന് പറന്ന് ഉയർന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ആകാശദൂരം, 2 കിലോമീറ്റർ റോഡ് മാർഗമാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നതിന് മുന്നേ തകർന്നു വീണു കഴിഞ്ഞു. അപ്പോൾ ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഇത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ അതിൽ തകരാറ് പറ്റിയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ഈ ഏവിയേഷൻ വിദഗ്ധരൊക്കെ പറയുന്നത്. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ അടക്കമുള്ള ഈ ബ്ലാക്ക് ബോക്സിന്റെ അകത്തുള്ള ഡേറ്റകൾ അത് പരിശോധിക്കണം. ഏതാണ്ട് 80-ലധികം വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു
സംവിധാനമാണ് ബ്ലാക്ക് ബോക്സ്, ഒരു റെക്കോർഡറാണ്. അതിൽ ഈ കോക്പിറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഈ അതിനകത്ത് നടക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടും. നേരത്തെ ഈ ബോയിങ്ങിൻ്റെ ഈ വിമാന കമ്പനിയുടെ അധികൃതരോട് ഈ ഇന്ത്യയിലെ വിദഗ്ധർ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു, ഈ ബോയിങ് 787 വിമാനത്തിനെ കുറിച്ചിട്ട്. പക്ഷേ അവരെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ലെന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള ഏജൻസികൾ പറയുന്നത്. പക്ഷേ അവരുടെ എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന വിദഗ്ധ സംഘം ഇന്ത്യയിലേക്ക് എത്തും. അവർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുമായി വിദഗ്ധരുമായി അവർ ചർച്ച നടത്തും. ഇവരുടെ അന്വേഷണത്തിൽ അവർ പങ്കാളികളാകും. കൂടാതെ അമേരിക്കയുടെ ഈ FAA ആ സംഘടനയിലെ ഏജൻസിയുടെ ആളുകളുണ്ടാകും. കൂടാതെ തന്നെ ഈ ജനറൽ ഇലക്ട്രിക്കൽ ഏവിയേഷൻ, അതാണ് ഈ ബോയിങ്ങിന് ഈ എഞ്ചിൻ നിർമ്മിച്ച് നൽകുന്ന കമ്പനിയാണ് അമേരിക്കയുടെ, ആ കമ്പനിയുടെ വിദഗ്ധരും ഇന്ത്യയിലെത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കാരണം അവരുടെയും ഒരു ബിസിനസ് പരമായ ആവശ്യം ബിസിനസ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിലെന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലുള്ള സംഭവങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് അവരുടെ ഭാവിയിലെ ബിസിനസ്സിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അവരുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും ഇല്ല എന്ന തരത്തിൽ അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അവർക്ക് അത് തെളിയിച്ചേ പറ്റുകയുള്ളൂ. ഏറ്റവും ഒടുവിലായ ഒരു DVR കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് ഈ അന്വേഷണത്തിൽ പ്രധാനമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന് ബ്ലാക്ക് ബോക്സിൻ്റെതാണ്. അതിലൊരു ബ്ലാക്ക് ബോക്സിനായുള്ള പരിശോധന നടക്കുന്നുണ്ട്. ലഭ്യമായ ബ്ലാക്ക് ബോക്സിൻ്റെ ഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര ദിവസം നീണ്ടുപോകും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴൊരു വ്യക്തതയുമില്ല. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം തന്നെയാണ്, പല തലങ്ങളിലായുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.